ആണ്. സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി ഞാൻ നുണ പറയുന്നല്ല, സീരിയസ്ലി ഞാൻ വെറുതെ പറയാ, ഫേക്ക് അല്ല അത്. ഞാൻ ഇത് അതുകൊണ്ട് അങ്ങനെ മനുഷ്യൻ തോറ്റു, ശാസ്ത്രം വിജയിച്ചു എന്നാണ് ഇപ്പോ ജാസി പറഞ്ഞു വെക്കുന്നത്. സംഭവം ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ വീഡിയോകളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ജാസിയുടെ പ്രഗ്നൻസി വീഡിയോകളും ഒക്കെ ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കുറേ ദിവസമായിട്ട് ഞാൻ ഇത് തന്നെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യം ഞാൻ കോമഡി ആയിട്ടേ കരുതിയുള്ളൂ, വെറുതെ റീൽസിന് വേണ്ടിയിട്ട് ജാസി എടുത്ത ഒരു വീഡിയോ ആണെന്നാണ് ഞാൻ ആദ്യം കണ്ട സമയത്ത് വിചാരിച്ചത്. പിന്നീട് നോക്കിയ സമയത്ത് പിന്നെ വീണ്ടും 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 ഇത് തന്നെയാണ് വീഡിയോസ്. കുഞ്ഞിനെ കുറുക്കാനുള്ള കുറുക്ക് പാത്രം, അത് ഇത്, അടുത്ത് തന്നെ പ്രസവിക്കും ഞാൻ, അതിന്റെ വീഡിയോ ചെയ്യും, വളകാപ്പ് നടത്തും ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്രകാരം വീഡിയോസും പല ഇന്റർവ്യൂസിൽ പറയുന്ന കാര്യങ്ങളും ഒക്കെ ജാസിയുടെ പുറത്തു വരുന്ന കണ്ടപ്പോഴാണ് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നെങ്കിൽ പിന്നെ മൊത്തത്തിലൊന്ന് നോക്കാന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥയിലേക്ക് ഞാൻ അടുത്തതെത്തുന്നത്. ഇതിന്റെ എത്രത്തോളം സത്യം ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് കഴിയില്ല. എന്തായാലും ഇതൊന്ന് കണ്ടു നോക്ക് നിങ്ങൾ. ഞാൻ ദത്തെടുക്കുന്ന കുട്ടിയെ ഞാൻ ദത്തെടുക്കാന്ന് പറയാൻ എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു കുട്ടിയെ ദത്തെടുക്കുകയാണെങ്കിൽ ഐ എം പ്രൗഡ് സേ ഐ എം മദർ. ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നതാണ്. കാരണം നാളെ ഒരു എന്റെ ഈ വീഡിയോ എന്റെ കുട്ടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ദത്തെടുത്ത കുട്ടിയെന്ന് അറിയേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ എനിക്ക് ഒരു അമ്മയാകാനുള്ള അവരുടെ ആഗ്രഹത്തെ ഞാൻ ഒരിക്കലും തള്ളി പറയുന്നില്ല. അവര് പുരുഷന്റെ ശരീരവും സ്ത്രീയുടെ മനസ്സുമായിട്ട് ജനിച്ചു എന്നാണ് അവർ പറയുന്നത്. നിലവിൽ ഇപ്പോൾ അവർ ജീവിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പ്രസവിക്കാൻ അല്ലെങ്കിൽ ഗർഭം ധരിക്കാൻ അത്രമാത്രം നമ്മുടെ ശാസ്ത്രം വളർന്നിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപേ തന്നെ പ്രഗ്നന്റ് ആവാൻ തയ്യാറായി നടക്കുന്ന ഇവരുടെ വിഭാഗത്തിൽപ്പെട്ട ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് നമുക്കറിയാം. അത് സോഷ്യൽ മീഡിയയിൽ തന്നെ അത്രയും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ആ സമയത്ത് അവരും ഇതിനു വേണ്ടി ഒരുപാട് ശ്രമിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തവരുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവർക്കൊന്നും സാധിക്കാത്തത് ഇപ്പൊ പെട്ടെന്ന് കയറിയിട്ട് വന്നിട്ട് ജാസി വന്നിട്ട് പറയാണ് ഞാൻ പ്രഗ്നന്റ് ആണ്, 4 മാസം ഗർഭിണിയാണ്, ഞാൻ വളക്കാപ്പ് നടത്താനായിട്ട് പോവാണ്, എനിക്ക് കുഞ്ഞുണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോകൾ ഇങ്ങനെ മാറി മാറി ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ അപമാനിക്കുകയും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അമ്മമാരാവാൻ കഴിയാത്ത സ്ത്രീകളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ജാസി തന്നെ ഒരു ഇന്റർവ്യൂല് ആരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീകളെല്ലാവരും, അതായത് പെണ്ണുങ്ങള് സ്ത്രീകളല്ലേ, അവർക്ക് അമ്മമാരാവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ പൂർണ്ണതയിൽ എത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ അമ്മമാരാവുക അല്ലെങ്കിൽ പ്രസവിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല സ്ത്രീയുടെ പൂർണ്ണത എന്ന് പറയുന്നത്. ഇവിടെ ജാസിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നില്ല, എനിക്ക് വിഷമുണ്ട്. മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്, മറ്റൊന്നും വിചാരിക്കേണ്ട. അവിടെ സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിത്തീരുന്നത് ഋതുമതി ആവുന്ന ആ ഒരു സമയത്താണ്. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ഇത്തിരി നേരത്തെ ആവുന്നുണ്ട്. മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10-15 വയസ്സിന് ശേഷം അവര് പെൺകുട്ടിയായി എന്നൊരു വാർത്ത നമുക്ക് കിട്ടും. അങ്ങനെ ഇരിക്കുന്ന അവര് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്ന് നമുക്ക് നല്ല ഇതോടുകൂടി നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ അവര് അമ്മയായാൽ മാത്രമേ സ്ത്രീ ആവൂ എന്നില്ല. ഇപ്പൊ ജാസിനെ സംബന്ധിച്ചിടത്തോളം ജാസി പുരുഷന്റെ ശരീരവുമായി ജനിച്ച ഒരാളല്ലേ, ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച ഒരാളല്ലേ. പക്ഷെ എനിക്ക് സ്ത്രീയുടെ മനസ്സാണ്, സ്ത്രീയായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സർജറി പോലും മുഴുവനായിട്ട് നടത്താതെ നടക്കുന്ന ജാസി ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ വീഡിയോകൾ ചെയ്യുന്നത്? ഇപ്പോ ജാസി തന്നെ മറ്റൊരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു, നയൻതാരയ്ക്ക് കുട്ടികൾ ഉണ്ടായില്ലേ, നയൻതാര മറ്റൊരു വിധത്തിലല്ലേ കുട്ടികളെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നയൻതാര എന്ന് പറയുന്നത്, നയൻതാര ഒരു സ്ത്രീയും വിഘ്നേഷ് ഒരു പുരുഷനുമാണ്. അവർക്ക് രണ്ടുപേർക്കും ആ വിധത്തിൽ കുട്ടികളെ ഉണ്ടാക്കാൻ, സരോഗസിയിലൂടെ കുട്ടികളെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. പക്ഷെ ജാസിയെ സംബന്ധിച്ചിടത്തോളം ജാസിയും പുരുഷനാണ്, ആഷിയും പുരുഷനാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2 പുരുഷന്മാർ ചേർന്ന് എങ്ങനെയാണ് ഈ സരോഗസി എന്ന് പറയുന്ന ഈ ഒരു ഇതിലൂടെ കുട്ടികളെ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നത്? അപ്പൊ പറയുന്നതിനും ചെയ്യുന്നതിനും ഒരു മര്യാദ വേണം. നിങ്ങൾക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ദത്തെടുക്കാനുള്ള പൂർണ്ണ അധികാരം ജാസിക്കും ആഷിക്കും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ കുറച്ച് പ്രഹസനം സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. ട്രാൻസ്ജെൻഡേഴ്സിനിടയിൽ തന്നെ ഇപ്പൊ ജാസിക്കെതിരെ അവർ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിരുന്നു, അവിടെ ജാസിക്കെതിരെ വീഡിയോകൾ ചെയ്യുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ വീഡിയോസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് പോലും പുച്ഛം തോന്നുകയാണ് ജാസി കാണിക്കുന്ന കോപ്രായങ്ങളെടുത്ത്. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ
ദത്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു കുഞ്ഞിനെ ദത്തെടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ആ കുഞ്ഞ് വളരുമ്പോൾ ഞങ്ങൾ ദത്തെടുത്തതാണെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല ജാസി പറയുന്ന ജാസി ഒരു പെണ്ണല്ല, ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് കുട്ടി തിരിച്ചറിയില്ല എന്നാണ് ജാസി വിചാരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് പ്രഗ്നൻസി വീഡിയോയും വയറ് പൊത്തിപ്പിടിച്ചും അല്ലെങ്കിൽ വയറ് വെച്ച് കെട്ടി നടക്കുന്ന കുറച്ച് വീഡിയോസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ജാസി അമ്മയാണ് എന്ന് വിശ്വസിക്കുന്നതാണ് വിചാരിക്കുന്നത്. തുടക്കത്തിൽ ആ കുട്ടിക്ക് ബുദ്ധി ഉറക്കാത്ത പ്രായത്തിൽ ആ കുട്ടി വിചാരിക്കാം നിങ്ങൾ അമ്മയും അച്ഛനുമാണെന്ന് വിചാരിക്കാം. ബുദ്ധി ഉറച്ച് ആ കുട്ടി വളർന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് തിരിച്ചറിയാനുള്ള പ്രായമായാൽ ആ കുട്ടി തീർച്ചയായും തിരിച്ചറിയും നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, അങ്ങനെയുള്ള കപ്പിൾസ് ആണ്, ഞാൻ ദത്തെടുത്തതാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ആ കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും തിരിച്ചറിയും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കുട്ടി വളർന്നു വരുന്ന ആ പ്രായത്തിൽ തന്നെ അത് തിരിച്ചറിയുന്നതല്ലേ നല്ലത്. ആ തിരിച്ചറിഞ്ഞ് അങ്ങനെ നിങ്ങൾ അംഗീകരിക്കുകയും അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യല്ലേ നല്ലത്. അല്ലാതെ ഈ വക കോപ്രായങ്ങളും വെച്ചുകെട്ടുകളും നടത്തിയിട്ട് ആ കുഞ്ഞിനെ മണ്ടത്തിയാക്കിയിട്ട് മാറ്റാനാണ് ശ്രമിക്കുന്നത്. അവർ തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലോ, തുടക്കം മുതൽ അവർ അത് അംഗീകരിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ കുട്ടി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ കുറേ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ ആ കുട്ടീനെ വളർത്തിക്കൊണ്ടുവന്ന് പിന്നീട് ആ കുട്ടി തിരിച്ചറിയുമ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നെന്നുള്ളത് എന്താണ് ഇത്ര ഉറപ്പ്? അപ്പോൾ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കാതിരിക്കുന്നതല്ലേ നല്ലത് ജാസി. ഒന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം, സ്വപ്നം ഉണ്ടായിരിക്കാം, അപ്പം ഇങ്ങനെ പ്രഗ്നൻസിയുടെ ഒരു റീല് ചെയ്യണമെന്നുണ്ട് ആഗ്രഹം ഉണ്ടായിരിക്കാം, അത് നിങ്ങൾ ചെയ്തു എന്നുള്ളത് നമുക്ക് കുഴപ്പമില്ല. ഒരു റീല് ചെയ്തതല്ലേ, നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായിരിക്കാം അതിനോടുള്ള ഒരു പ്രസവിക്കാനും അല്ലെങ്കിൽ ഗർഭിണിയാവുന്നതും കാണാനുള്ളതും അല്ലെങ്കിൽ അത് അനുഭവിക്കാനുള്ള പറ്റാത്തത് കൊണ്ട് അതിനെ പോലെ കാണിക്കുന്നു എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷേ ഈ കാണിക്കുന്നത് വളരെയധികം കോപ്രായമായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ. സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചു കൂട്ടുന്ന വെറും പ്രഹസനം ഇതിന്റെ ആവശ്യമുണ്ടെന്ന് ഒട്ടും തോന്നുന്നില്ല നമുക്ക് കാണുന്ന സമയത്ത്. കാണുമ്പോൾ ജാസി എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് കൂടുതൽ ദേഷ്യവും നമുക്ക് വരുന്നത്. ഇപ്പോൾ അവർക്കിടയിൽ തന്നെ പലർക്കും ആ ജാസിയുടെ അടുത്ത് ഇത്രയും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ കാണുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നോർമൽ ആയിട്ടുള്ള വ്യക്തികൾക്ക് എന്തിനാണ് ഇവരിങ്ങനെ കാണിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടുള്ള ദേഷ്യം വരും. നിങ്ങൾ നോർമലായിട്ട് ഈ കാര്യങ്ങൾ പറയുകയും നോർമലായിട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് പറയുന്ന ഓരോ ജനങ്ങളും അംഗീകരിക്കും. ഞാനും പലപ്പോഴും ജാസിയുടെ പല ഇന്റർവ്യൂസും കാര്യങ്ങളും കാണുന്ന സമയത്ത് എനിക്ക് അവരോട് ബഹുമാനവും സിമ്പതിയും ഒക്കെ തോന്നിയിട്ടുണ്ട്. ഇനി അടുത്ത ജന്മത്തെങ്കിലും എനിക്ക് ഒരു ട്രാൻസ് ആയിട്ട് ജനിക്കേണ്ട ഒന്നല്ലെങ്കിൽ പെണ്ണായിട്ട് ഒന്നല്ലെങ്കിൽ ആണായിട്ട് ജനിച്ചാൽ മതി, ഇങ്ങനെ ജീവിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ജാസി പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് എനിക്ക് അവരോട് സിമ്പതിയും ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ അനുഭവിക്കുന്ന മാനസിക വിഷമം, സങ്കടം, ആ ഒരു പല കാരണങ്ങൾ കൊണ്ടാണല്ലോ അവരത് പറയുന്നത് എന്നാലോചിച്ചിട്ട് എനിക്ക് അവരോട് ബഹുമാനം ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴീ കാണിക്കുന്നത് കാണുന്ന സമയത്ത് നമുക്ക് വളരെയധികം പുച്ഛാണ് തോന്നിപ്പോകുന്നത്. എന്തിനെ സോഷ്യൽ മീഡിയ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്നുള്ളത്. ഞാനൊരിക്കലും അവരെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ നിങ്ങളുടെ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ നിർത്തിയിട്ട് നിങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുക്കുകയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ വളർത്തുകയോ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് നോർമലായിട്ട് ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഈ വെച്ചുകിട്ടും കാര്യങ്ങളും വെച്ച് നടത്തിയിട്ട് ഒരു പ്രയോജനമില്ല. ആ കുട്ടി നിങ്ങളെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുട്ടികൾ അംഗീകരിക്കണം. അല്ലാതെ വെറുതെ ആ കുട്ടിയെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടുള്ള ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരിക്കലും ശാശ്വതമാവില്ല എന്നാണ് ജാസിയുടെ അടുത്ത് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ജാസിനെ വിമർശിക്കുന്നത് ഞാൻ കണ്ടു. വളരെ മോശമായ രീതിയിൽ അടക്കം വിമർശിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ മോശമായിട്ടൊന്നും ജാസിനെ എടുത്തോ ആഷിനെ എടുത്തോ ഒന്നും ഞാൻ വിമർശിക്കാനായിട്ട് വരുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം. നമ്മളിപ്പോൾ പറയുന്ന നമ്മുടെ ഈ വീഡിയോ ഒന്നും അവരുടെ അടുത്ത് എത്തണമെന്നൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് കാണുന്ന സമയത്ത് ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്.